മമ്മൂട്ടി, പൃഥ്വിരാജ്, ജയറാം എല്ലാവരും ചെയ്തതൊരു വലിയ കാര്യമാണ്, നല്ല കാര്യമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ UVDVയുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതുപോലെ മലയാള മനോരമ പത്രമാണ്. ജനുവരി മാസം 2-ാം തീയതിയാണ് കൂടുതൽ പത്രങ്ങൾ ആഡ് ചെയ്യുന്ന കാര്യം ശക്തമായ പരിഗണനയിലുണ്ട്. ചാനലിൽ കുറച്ചും കൂടി സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ സീരീസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തുടർന്നും നമ്മളിതുപോലെ വാർത്താ പ്രാധാന്യമുള്ള വാർത്തകളിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം തൊടുപുഴയിൽ നടന്നൊരു സംഭവമാണ്. ഒരു 10ാം ക്ലാസ്സുകാരനായ പയ്യൻ, അവൻ്റെ സഹോദരിയുണ്ട്, ഇളയ സഹോദരിയുണ്ട്, അമ്മയുണ്ട്. ഈ 3 പേരും അവരുടെ ഉപജീവനത്തിനായി ആശ്രയിച്ചിരുന്നത് കന്നുകാലികളായിരുന്നു. അതിനെ വളർത്തി അതിൽ നിന്നുള്ള വരുമാനമൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം അവർ കന്നുകാലികൾക്ക് കപ്പയുടെ തൊലിയാണ് കൊടുത്തത്. അതിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടായതാണ് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതിലൊരു 13 കന്നുകാലികൾ ചത്തുപോയി. വിവരം അറിഞ്ഞ് 3 പേരും ബോധരഹിതരാവുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. 10ാം ക്ലാസ്സുകാരൻ മാത്യു ബെന്നിയുടെ അച്ഛൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. അതിനുശേഷം ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ഈ കന്നുകാലി വളർത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ നമുക്കുണ്ടായിരുന്ന ഒരു ജീവിതമാർഗം അവസാനിക്കുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ടല്ലോ, അതിൽ നിന്നുണ്ടാകുന്നൊരു ഷോക്ക് അത് വളരെ ഭീകരമാണ്. അത് തിരിച്ചറിഞ്ഞ് മലയാളികൾ മാത്യുവിനൊപ്പം നിൽക്കും എന്ന് എനിക്ക് മനോരമയോട് ഒരു നന്ദി പറയാനുള്ളത്. അതൊരു ഫ്രണ്ട് പേജിൽ ഇത്രയും വലിയൊരു വാർത്തയായി അതിൻ്റെ ഇമോഷൻസ് ഒന്നും ചോർന്നു പോകാതെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. മറ്റു പത്രങ്ങളുടെ കാര്യം എനിക്കറിയില്ല. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മലയാളികൾ അവർക്കൊപ്പം നിൽക്കും, ആ കുടുംബത്തിനും ആ 10ാം ക്ലാസ്സുകാരനും ഒപ്പം നിൽക്കും എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ദ ക്യൂവിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ജയറാം അദ്ദേഹത്തിൻ്റെ പുതുതായിട്ട് റിലീസാവുന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിന് വേണ്ടി മാറ്റി വെച്ചതിൽ നിന്ന് 5 ലക്ഷം രൂപ ആ കുടുംബത്തിന് കൊടുക്കുമെന്ന്. അദ്ദേഹത്തിനും ഇതുപോലെ ഈ കന്നുകാലികളെ വളർത്തി അവ ചത്തുപോകുന്നൊരു സാഹചര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ വിഷമം മനസ്സിലാവുമെന്ന് പറഞ്ഞു. മമ്മൂക്ക, പൃഥ്വിരാജ് തുടങ്ങിയവരൊക്കെയും ഈ കുടുംബത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊരു വലിയ കാര്യമാണ്. ഇവർ ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് ആളുകൾ സഹായ ഹസ്തവുമായി ആ കുടുംബത്തെ ചെന്ന് കണ്ടിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെയാണ്, നമ്മൾ വിട്ടുകളയില്ല. രാവിലെ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്ത ഒരു കാര്യം കൂടിയായിരുന്നു. എത്രയോ സംഭവങ്ങൾ ചുറ്റും നടക്കുന്നു, രാഷ്ട്രീയ പ്രേരിതമായിട്ടും അല്ലാതെ ഒക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ. അതിനിടയിൽ മനസ്സ് നിറയ്ക്കുന്ന സന്തോഷം പകരുന്നൊരു കാര്യം വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആ കുടുംബത്തിനെ സംബന്ധിച്ച് അത്രയും സങ്കടകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ആ കന്നുകാലികൾ ഓരോന്നും അവരുടെ പ്രിയപ്പെട്ടവരായിരുന്നിരിക്കും, ചിലപ്പോൾ പേരിട്ട് വിളിക്കുന്നൊക്കെ രീതിയിൽ. ആ നഷ്ടം അതൊരു ദുഃഖം തന്നെയാണ്. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു കുടുംബത്തിനെ നമ്മൾ ഒറ്റയ്ക്കാക്കുന്നില്ല, നമ്മളൊരു കമ്മ്യൂണിറ്റിയായി ഒരുമിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത് അതൊരു വലിയ പോസിറ്റീവ് കാര്യമാണ്. അങ്ങനെ രാവിലെ വളരെ പോസിറ്റീവായി. പിന്നെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുള്ള വളരെ ചെറുതായിട്ട് കൊടുത്തിട്ടുള്ളൊരു വാർത്ത, അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങ് 22-ാം തീയതി ഉച്ചയ്ക്ക് 12:20 നടക്കുമെന്നാണ്. ഇത്രേ ഉള്ളൂ ആ വാർത്ത കൊടുത്തിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത്. പരസ്യമൊക്കെ ഉണ്ട്, അതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാളെ പ്രധാനമന്ത്രി തൃശ്ശൂരെത്തും എന്നുള്ളതാണ്. അതിൻ്റെ വാർത്ത കുറച്ച് ഉള്ളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ലക്ഷം വനിതകൾ അണിനിരക്കുന്ന BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശ്ശൂരിലെത്തുന്നു. റോഡ് ഷോയും പൊതുസമ്മേളനവും അടക്കമുള്ള പരിപാടികളിലായി 2.5 മണിക്കൂറോളം അദ്ദേഹം ചിലവഴിക്കും. 3 മണിക്ക് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപ്പാഡിലാകും പ്രധാനമന്ത്രി എത്തുക. തുടർന്ന് റോഡ് മാർഗം തൃശ്ശൂരിലേക്ക്. കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിക്കും. BJPയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂരും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും സ്വീകരണം ഒരുക്കുന്നുണ്ട്. 3:30 സ്വരാജ് റൗണ്ടിൽ എത്തുന്നത് മുതൽ നായ്ക്കനാലിലെ സമ്മേളന വേദിയിലേക്കുള്ള 1 കിലോമീറ്ററാണ് റോഡ് ഷോ. 4:15 പൊതുസമ്മേളനം. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും. 5:30 പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം എപ്പോൾ വന്ന് ലാൻഡ് ചെയ്യുന്നോ അതിനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഗതാഗത ക്രമീകരണങ്ങൾ, മിക്കവാറും വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. പിന്നെ അവിടെ അങ്ങനെ പാർക്ക് ചെയ്തിട്ടുള്ള വണ്ടികളുണ്ടെങ്കിൽ അവർ പൊക്കി മാറ്റും. പിന്നെ കടകൾ നിയന്ത്രണങ്ങളുണ്ടാവും. അപ്പം നമ്മൾ തൃശ്ശൂർ ടൗൺ കയറി അല്ലെങ്കിൽ തൃശ്ശൂർ ടച്ച് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി വരുന്ന ഏരിയയിലൊരു ബ്ലോക്ക് ഉണ്ടാവും. അത് കൂടാണ്ട് ഈ ഗതാഗത ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് പല വണ്ടികൾ പല വഴിക്ക് തിരിച്ചുവിടും. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ടച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ, യാത്രകളുണ്ടെങ്കിൽ അതൊന്ന് മുൻകൂറായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. പ്രത്യേകിച്ച് നാളെ വൈകുന്നേരം ബി അവെയർ. പിന്നെ മറ്റൊരു പോസിറ്റീവ് വാർത്ത കൂടി ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. കോവിഡ് ബാധ സംസ്ഥാനത്ത് കുറയുന്നു എന്നുള്ളതാണ്. JN1 വൈറസിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ കോവിഡ് ബാധ കൂടുന്നു എന്നൊക്കെയുള്ളൊരു വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. പക്ഷേ അത് കുറയുന്നു എന്ന് പറയുന്ന ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ കൂടെ ആരോഗ്യരംഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ലോട്ടറി വിൽപ്പനക്കാരനായ വിനുകുമാർ. അദ്ദേഹത്തിൻ്റെ മകൾക്ക് പനിയാണ്. നാട്ടിലുള്ള പല ആശുപത്രികളിലും കാണിച്ചു, അവിടുന്ന് വലിയ മാറ്റമൊന്നുമില്ല. അങ്ങനെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് ചെന്നു. അവിടുന്ന് ഡോക്ടർ 9 മരുന്നുകൾ കുറിച്ചു കൊടുത്തു. അതിൽ 6 മരുന്നുകളും ആശുപത്രിയിലില്ല. പുറത്തിറങ്ങിയപ്പോൾ മരുന്നിന് 850 രൂപയാകുമെന്ന് പറഞ്ഞു. 850 രൂപ എന്ന് കേൾക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകളിൽ ചിലർക്കെങ്കിലും
അതൊരു ചെറിയ എമൗണ്ട് അല്ലേ, ആരോഗ്യത്തിന് വേണ്ടിയല്ലേ സ്പെൻഡ് ചെയ്യുന്നത് എന്നൊക്കെ ചിന്തിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ലോട്ടറി കച്ചവടക്കാരനായ ഒരാൾക്ക് +2 പഠിക്കുന്ന മകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം കുടുംബത്തിന് അത്രയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് ചിലവുകളുണ്ടാവും. ലോട്ടറി കച്ചവടത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 850 രൂപയ്ക്ക് മരുന്ന് വാങ്ങുക എന്ന് പറയുന്നത് ലേശം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്തിന്? ഭക്ഷണത്തിനുള്ള പൈസ പോലും കയ്യിലില്ലായിരുന്നതുകൊണ്ട് അദ്ദേഹം ആരോഗ്യമന്ത്രിയെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് കാണാൻ പറ്റിയില്ല. തിരിച്ച് ആശുപത്രി ചെന്നു. വേറൊരു ഡോക്ടർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 4 മരുന്നുകൾ എഴുതി കൊടുത്തു. അതാണ് എനിക്ക് ഇതിനകത്തൊരു വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്തത്. ഇപ്പോൾ കൊടുത്ത 9 മരുന്നുകളുടെ ലിസ്റ്റിൽ 6 എണ്ണം ഫാർമസിയിലില്ല. പക്ഷേ അതിന് പകരം ഉപയോഗിക്കാവുന്ന 4 മരുന്നുകൾ ഫാർമസിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ 2 മരുന്നാണ് പുള്ളി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരിക. അപ്പോൾ ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മരുന്നിന് പകരം പുറത്തുള്ള മരുന്ന് എഴുതി കൊടുക്കുന്നു. അതും ഇത് രണ്ടും ഒരേ എഫക്റ്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ മാറ്റി എഴുതാൻ പറ്റിയിട്ടുണ്ടാവുക. എന്തായാലും കിട്ടിയ മരുന്നുകളുമായിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി എന്നാണ് മനോരമ കൊടുത്തിരിക്കുന്നത്. ആ ലോട്ടറി കച്ചവടക്കാരൻ വിനുകുമാർ, പുള്ളിക്കാരൻ്റെ ഒരു ഫോട്ടോയും മരുന്നിൻ്റെ കുറിപ്പടിയും ഒക്കെ അവർ ഫോട്ടോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ജനറൽ ആശുപത്രിയിൽ ഈ മരുന്നുകൾ എഴുതി കൊടുത്ത ഡോക്ടർ, ഇപ്പോൾ എൻ്റെ കയ്യിൽ 850 രൂപ ക്യാഷ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും പുറത്തുനിന്ന് മരുന്ന് വാങ്ങിക്കും. പക്ഷേ അതിന് പകരം വെക്കാവുന്ന മരുന്ന് ജനറൽ ആശുപത്രിയിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ശക്തമായ അന്വേഷണം വേണമെന്നാണ് ഞാൻ പറയുക. 850 രൂപയുടെ കാര്യമില്ലേ, ആ ഡോക്ടർക്ക് മാറിപ്പോയതായിരിക്കും എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ കൃത്യമായി അന്വേഷിക്കണം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. കാരണം ഇത്തരം ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൂടി ഉപകരിക്കാൻ വേണ്ടിയാണ് ആ സംവിധാനങ്ങളൊക്കെ അവിടെ ഉള്ളത്, ആ മരുന്നുകളൊക്കെ അവിടെ ഉള്ളത്. അത് ഉപകാരപ്പെടാത്ത രീതിയിലാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ വേണം. അതുപോലെ മറ്റൊരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായിട്ട് തോന്നി. ഇവിടെ ഒന്നുമല്ല സംഭവം ഉണ്ടായിട്ടുള്ളത്, റാഞ്ചിയിലാണ്. അവിടെ ഒരു യുവാവ് വയറുവേദനയായിട്ട് ആശുപത്രിയിലേക്ക് ചെന്നു. ജൂനിയർ ഡോക്ടർ ചികിത്സിച്ചു, മരുന്ന് കൊടുത്തു. പക്ഷേ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ജൂനിയർ ഡോക്ടർ എന്ത് ചെയ്തു? സീനിയർ ഡോക്ടറെ വിളിച്ചു. പുള്ളി ഫോണിൽ കൂടി കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. പിറ്റേ ദിവസം വന്ന് സ്കാനൊക്കെ ചെയ്ത് നോക്കി. റിപ്പോർട്ടിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി അത് മൈൻഡ് ചെയ്തില്ല. രാത്രിയോടുകൂടി ആൾ മരിച്ചുപോയി. ഇതിനെതിരെ ഈ യുവാവിൻ്റെ അച്ഛൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തു. അവിടുന്നും സംസ്ഥാന കമ്മീഷനിലൊക്കെ ആശുപത്രിക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. പക്ഷേ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നേരിട്ടെത്തി രോഗിയെ പരിശോധിക്കാതെ ഫോൺ വഴി നിർദ്ദേശം നൽകി മറ്റൊരാളെ കൊണ്ട് ചികിത്സിപ്പിക്കുന്നത് ചികിത്സാ പിഴവിൻ്റെ പരിധിയിൽ വരും എന്നാണ് കമ്മീഷൻ പറഞ്ഞത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. ഒരു പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്തേ പോകണ്ടെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നാട്ടിലുള്ളത്. ബട്ട് സ്റ്റിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മനോരമ പത്രത്തിലൂടെ അറിയിച്ചു, ഞാനത് വായിച്ചിട്ട് നിങ്ങളോട് അറിയിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശം വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ചോദ്യവേള എന്ന് പറഞ്ഞൊരു ചെറിയ സെഗ്മെൻറ്റിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ചോദിച്ച ചോദ്യം എന്തായിരുന്നു, അതിന് വിശദമായി അവർ കൊടുത്ത മറുപടി എന്തായിരുന്നു എന്നൊന്നും കൊടുത്തിട്ടില്ല. അവർ പറഞ്ഞിട്ടുള്ള പല സെൻറ്റൻസുകൾ അവിടെ നിന്നും കൊടുത്തിട്ടായിരിക്കുമല്ലോ ഇത് ഷോർട്ട് ആക്കിയിട്ടുണ്ടാവുക. കേരളത്തിലെ യുവാക്കൾ മാനസികാരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പിന്നിലാണെന്ന് പറയേണ്ടി വരും. പണത്തിന് വേണ്ടി എന്തും ചെയ്യാനും മടിക്കാത്ത അവസ്ഥയിലേക്ക് സമൂഹം മാറി. ആരോഗ്യകരമായ ബന്ധങ്ങൾ, മെൻ്റൽ ഹെൽത്ത് തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടാകണം. സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഇവ ഉൾപ്പെടുത്തണം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റുകൾ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ പലതിലും കാര്യമുണ്ട് എന്ന് തന്നെ കാണാം. വളരെയധികം പ്രാധാന്യത്തോടുകൂടി നമ്മൾ നോക്കേണ്ട കാര്യമാണ് ഈ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. കോവിഡ് അനന്തരം പല സാഹചര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ഒത്തുപോകത്തക്ക രീതിയിൽ നമ്മുടെ യുവജനങ്ങൾ മാനസികമായിട്ട് തയ്യാറാവണമെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് മാനസിക ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണ പരിപാടികൾ ഉണ്ടാവണം. എന്നാലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാമായിരുന്നു. ഇനി കുറച്ച് രസമുള്ളൊരു കാര്യമാണ്. അതായത് നവകേരള സദസ്സിൻ്റെ മാറ്റിവെച്ച വേദികളിലെ പരിപാടികൾ നടക്കുകയാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ചെക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ INTUC തൊഴിലാളികളുടെ ഷെഡിൽ നിരീക്ഷണത്തിനെത്തിയ പോലീസുകാർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഷെഡിലിരുന്ന് സംസാരിക്കുന്ന 2 യുവാക്കളെ കണ്ടു. അതിലൊരാളുടെ കയ്യിൽ ചെരുപ്പ് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, ഞാൻ പുതിയ ചെരുപ്പ് വാങ്ങിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണെന്ന്. പക്ഷേ പറയാൻ പറ്റില്ലല്ലോ, ഈ ചെരുപ്പും ഷൂ ഒക്കെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ എറിയാനുള്ളൊരു സാഹചര്യവും കൂടി പോലീസുകാർ കണക്കിലെടുക്കണമല്ലോ. ഒരിക്കൽ സംഭവിച്ചത് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെയല്ലേ പ്രശ്നം. എന്തായാലും കരുതൽ തടങ്കലിൻ്റെ ഭാഗമായിട്ട് 2 ചെരുപ്പ് പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പരിപാടി കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിൽ വേറെ കള്ളത്തരൊന്നും കാണിച്ചിട്ടില്ല. എന്തൊരവസ്ഥയല്ലേ. പക്ഷേ പോലീസുകാരെ കുറ്റം പറയാൻ പറ്റില്ല. സുരക്ഷ ഒരുക്കേണ്ടത്, സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാവുന്നില്ല, അത് ചെറുതായാലും വലുതായാലും അത് ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്തം കൂടിയാണ്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ KSEBക്ക് ഇപ്പോഴും പ്രതിസന്ധിയാണ് എന്ന് പറയുന്ന ഒരു വാർത്തയുണ്ട്. KSEBക്ക് വരുമാനമൊക്കെ കിട്ടുന്നുണ്ട്, കടങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൊക്കെയാണ്. പക്ഷേ ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു സെൻറ്റൻസ് എന്താണെന്നറിയോ? വൈദ്യുത ബോർഡിൽ ഫിനാൻസ് ഡയറക്ടറുടെ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതുൾപ്പെടെ പല ഡയറക്ടർമാരുടെയും ചുമതല താൽക്കാലികമായി മറ്റു ഉദ്യോഗസ്ഥർക്കാണ്. എന്താ അങ്ങോട്ടൊന്നും ആളെടുക്കാത്തത്? വേണ്ടേ? അതും ഫിനാൻസ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ
KCB എന്ന് പറയുന്നത് കോടികൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം ആരുടെ നെഞ്ചത്താ ചവിട്ടുന്നത്? നമ്മുടെ. കറണ്ട് ബില്ല് കൂടും. അപ്പോൾ ആ സിസ്റ്റം നന്നായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൂടി ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്കൊന്നും ആളെ എടുക്കാത്തത്? അത് ഫിനാൻസ് ഡയറക്ടറുടെയൊക്കെ പോസ്റ്റിൽ ആളില്ലെങ്കിൽ ഇതിൻ്റെ പരിപാടികളൊക്കെ ഇതൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യും? സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയും ബോർഡ് മാനേജ്മെൻറ്റിൻ്റെ വീഴ്ചയും കൂടി ചേരുമ്പോൾ പ്രതിസന്ധി ഗുരുതരമാകുകയാണ്. പെൻഷൻ നൽകണമെങ്കിൽ കടമെടുക്കേണ്ട സാഹചര്യമാണ്. അത് കഴിഞ്ഞ് ഒരു ചെറിയ കണക്കിൻ്റെ കോളമുണ്ട്. ബോർഡിന് വർഷം 18,000 കോടി രൂപ വരുമാനമുണ്ട്. ഇതുവരെ എടുത്ത ദീർഘകാല വായ്പകൾ 7,000 കോടിയേ ഉള്ളൂ. അത് കുറവല്ലേ? ഇതിൻ്റെ തിരിച്ചടവ് പ്രതിവർഷം 500 കോടിയോളം വരും. പുറമെ 2,000 കോടിയോളം രൂപയുടെ ഹ്രസ്വകാല വായ്പകളുണ്ട്. എന്ന് വെച്ചാൽ ചെറിയ കാലാവധിക്കുള്ളിൽ അടച്ചു തീർക്കേണ്ട വായ്പകളുണ്ട്. ദീർഘകാല വായ്പയ്ക്ക് പകരം കുറേ കാലത്തേക്കുള്ള ലോൺ എടുക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അടവ് കുറവായിരിക്കും. നമുക്ക് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ദീർഘകാല വായ്പയ്ക്ക് പകരം താൽക്കാലിക ആവശ്യങ്ങൾക്കും വായ്പകളുടെ തിരിച്ചടവിനുമായി കൂടുതൽ ഹ്രസ്വകാല വായ്പകളെ ആശ്രയിക്കുകയാണ് ബോർഡ്. ഇത് കടബാധ്യത വർദ്ധിപ്പിക്കുന്നു. പെൻഷനും മറ്റ് ബാധ്യതകളും നിർവഹിക്കുന്നതിന് ഇപ്പോൾ 500 കോടിയോളം രൂപ കൂടി കടമെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇത് കറങ്ങി തിരിഞ്ഞ് ആരുടെ നെഞ്ചിലാണ് വരാൻ പോകുന്നത്? നല്ല പോസ്റ്റല്ലേ ഡയറക്ടർമാരുടെയൊക്കെ തസ്തിക എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് ആരും വരൂല എന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ? വരുമോ നോക്കാം, വരുത്തുമോ നോക്കാം. അതാണല്ലോ പ്രധാനം. പിന്നെ ഇന്നലത്തെ പത്രത്തിൽ കണ്ട ഒരു ചെറിയ വാർത്ത ചെറുതായിരുന്നു, പക്ഷെ അതിൻ്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. എങ്കിലും വളരെ ഷോർട്ടായാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പുറം പറയാനുള്ള ആളുകൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്നൊന്നും അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതെന്താണ് പൂർണ്ണമായ ഒരു സാഹചര്യം എന്നറിയാൻ നമ്മൾ പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വിട്ടത്. അതിൻ്റെ ഒരു വിശദമായിട്ടുള്ള റൈറ്റപ്പ് ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. പൂണിത്തുറയിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ, അവർ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബോൾ തൊട്ടപ്പുറത്തെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ബോൾ എന്ന് വീണ് കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര ദേഷ്യമാണ്. പുള്ളി തിരിച്ചു കൊടുക്കുകയൊന്നുമില്ല. കുറേ അപേക്ഷിച്ച് കഴിഞ്ഞാലൊക്കെയാണ് കൊടുക്കുക. ഷട്ടിൽ കളിക്കുന്ന സമയത്ത് ഷട്ടിൽ കോക്ക് വല്ലതും ആ വീടിൻ്റെ പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ആരും എടുക്കാൻ പോലും മെനക്കെടാറില്ല. ചില സമയത്ത് ഫുട്ബോളൊക്കെ കുത്തി കീറിയിട്ടുണ്ട് എന്നും പറയുന്നു. കേസിൽ പ്രതിയായിട്ടുള്ളത് 77 വയസ്സുള്ള ബാലൻ എന്ന് പറയുന്ന ആളാണ്. ഒരു ബാലൻ്റെ കാല് തല്ലി പിടിച്ചത് മറ്റൊരു ബാലൻ. ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുട്ബോൾ എടുത്ത് തിരിച്ചു പോകുമായിരുന്ന പയ്യനെ ഒരു പട്ടിക എടുത്ത് തല്ലി. പട്ടികയെന്ന് പറഞ്ഞാൽ തടി. പല പ്രദേശങ്ങളിലും പല പേരുകളായിരിക്കും പറയാം. പയ്യൻ്റെ ഇടത്തെ കാലിൽ 2 ഒടിവുകളാണുള്ളത്. പോലീസുകാർ ചെന്നു, മൊഴിയെടുത്തു. CCTV ദൃശ്യങ്ങളും തെളിവുകളായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു സിനിമ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സൗദി വെള്ളക്കയാണ്. ഇവിടെ ന്യായീകരണങ്ങൾക്ക് സാധ്യതയില്ല. ഒരു കൊച്ചുകുട്ടിയെ മർദ്ദിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ചെയ്തയാൾ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പലവിധ പരിപാടികളുമായി ഇന്നത്തെ പത്രവായന അവസാനിക്കുകയാണ്. സോ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.